കണ്ടാലും നല്ലൊരു പടമായിരുന്നു. അനിൽ നാഗേന്ദ്രൻ്റെ വളരെ മികച്ചൊരു പടമായിരുന്നു. ഇതിനു മുമ്പുള്ള പടവും ഞങ്ങൾ കണ്ടതാണ്. പുള്ളി നല്ലൊരു അനുഭവമാണ്. നമ്മുടെ പാർട്ടി മാത്രമല്ല, ഏത് രാഷ്ട്രീയക്കാർക്കും കാണാൻ പറ്റുന്ന ഒരു പടമാണ്. കാരണം നമുക്ക് പഠിക്കാനായിട്ട് പുതിയ പിള്ളേർക്ക് പാർട്ടി ഏതായിരുന്നെങ്കിലും ശരി, അത്യാവശ്യം കേരളത്തിനെക്കുറിച്ചും കേരളത്തിൻ്റെ രാഷ്ട്രീയ നിലയെക്കുറിച്ചും പഠിക്കാനും അത് അറിയാനും പറ്റുന്ന ഒരു ചിത്രം അനിൽ നാഗേന്ദ്രനും അതുപോലെ സമുദ്രഖനിയും അതിൽ അഭിനയിച്ച ആർട്ടിസ്റ്റുകളെല്ലാം വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അനിൽ നാഗേന്ദ്രൻ്റെ ഡയറക്ഷൻ എടുത്തു പറയേണ്ടതാണ്. നമുക്ക് വളരെ മികച്ച അനുഭവമാണ് കിട്ടിയത്. രാഷ്ട്രീയമല്ല പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ അനുഭവിച്ചിട്ടുള്ള കഥയാണ്, കേരളം കണ്ട കഥയാണ്, കേരളം അനുഭവിച്ചുകൊണ്ടിരുന്നതാണ്, നടന്നിട്ടുള്ളതാണ്, നമുക്കെല്ലാവർക്കും അറിയാൻ പറ്റുന്നതാണ്. എങ്ങനെയാണ് മാർക്സിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ അധികാരത്തിൽ വന്നതെന്നും ആ ഒരു രീതിയിൽ നമുക്ക് പറഞ്ഞു വരുന്നുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രവും മറ്റ് ചരിത്രങ്ങളും എല്ലാ കാര്യങ്ങളും ഇതിൽ നിന്നും വളരെ നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇത് കോളേജുകളിലും സ്കൂളുകളിലും ഈ ചിത്രം നല്ല രീതിയിൽ പ്രദർശിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ രാഷ്ട്രീയ സാമുദായിക വ്യവസ്ഥയെക്കുറിച്ച് കൃത്യമായിട്ട് കുട്ടികൾക്ക് മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കാനും കഴിയുന്നു. അനിൽ നാഗേന്ദ്രന് വലിയ ഒരു ബിഗ് സല്യൂട്ട്. നല്ല പടമാണ്, എനിക്കിഷ്ടപ്പെട്ടു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പടമാണ്. ശരിക്കും ഇതെന്നുള്ള യുവാക്കൾക്ക് കാണുന്ന പടം തന്നെ ആണ്. പഴയ കാലത്തെ അനുഭവങ്ങളാണ് ഇന്നത്തെ ഈ സിനിമയിലുള്ളത്. നല്ല അഭിനയമാണ്, രാഷ്ട്രീയമല്ല മോനെ, അനുഭവമാണ് അതത്രയും. ഇത് പണ്ട് ആൾക്കാർ AKGയും MS-ഉം എല്ലാവരും അനുഭവിച്ച്, KR ഗൗരിയമ്മയും എല്ലാവരും അനുഭവിച്ച ഒരു കഥയാണ്. ഘട്ടത്തിലോട്ട് ഒരു എത്തിനോട്ടം പുതിയ തലമുറയ്ക്ക് അറിയില്ലല്ലോ. ജാതി വ്യവസ്ഥ, അടിമത്വം, അതിനെതിരെ പൊരുതുന്ന ഒരു പുതിയ തലമുറയ്ക്ക് പഠിക്കാനൊരു അവസരം. പഴയ കാലഘട്ടത്തെക്കുറിച്ച് അതിമനോഹരം. ഓരോ ആക്ടേഴ്സ് വളരെ നന്നായി അഭിനയിച്ചു. അതുപോലെ എല്ലാ ഫിലിം പ്രൊഡ്യൂസർ, ഡയറക്ടർ ഒക്കെ നല്ല കഴിവുകളാണ് പ്രകടമാക്കുന്നത്. നല്ല സിനിമ, എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. കണക്റ്റ് ആവുമോ എന്ന് ചോദിച്ചാൽ പുതിയ തലമുറയ്ക്ക് പെട്ടെന്നൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ലായിരിക്കാം. പിന്നെ കുറച്ച് നല്ല ഫിലിമുകൾ ഓഡിയൻസൊക്കെ നന്നായി കണ്ടു വരുമ്പോൾ അത് നല്ല പ്രോഗ്രസ് എത്തും. ഓഡിയൻസ് എന്ന് പറയുമ്പോൾ നല്ല സിനിമയായിട്ട് എനിക്ക് തോന്നി. ഇപ്പോൾ ഞാൻ അഭിനയിച്ചുകൊണ്ടല്ല, നന്നായിട്ടും എനിക്ക് തോന്നുന്നു ഓരോരുത്തരും അവരുടെ ഭാഗം നന്നായിട്ട് അഭിനയിച്ചു. നല്ലൊരു സംവിധാനം അനിൽ നാഗേന്ദ്രൻ സാറിന് വളരെ അഭിനന്ദനങ്ങളുണ്ട്. പിന്നെ എല്ലാവരും കാണട്ടെ, നന്നായിരുന്നു. പെർഫോമൻസൊക്കെ നന്നായിരുന്നു. എല്ലാവരും അവരവരുടെ കഴിവിനനുസരിച്ച് ഏറ്റവും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്.